ഗാർഡനിലെ ചെടികളും പൂക്കളും പറിക്കരുത്. എവിടെയാ പോവാനുള്ളത്? ഏതാ ഷോർട്ട് വീഡിയോ ആണോ? ഷോർട്ടാണോ അതോ ലോങ് ആണോ? ഹലോ ഗൈസ്, നമ്മളിപ്പോൾ വന്നു നിൽക്കുന്നത് കാൽവരി മൗണ്ട് എന്ന് പറയുന്ന അതിമനോഹരമായ സുന്ദരമായ വർണ്ണാഭമായ ഒരു സ്ഥലത്താണ് ഗൈസ്. പണ്ടത്തെക്കാർ ഒരുപാട് ആൾക്കാർ ഇവിടെ ഇപ്പോൾ ഒത്തിരി കൂടിയിട്ടുണ്ട് ഗൈസ്. നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം. പണ്ടുണ്ടായിരുന്ന കാൽവരി മൗണ്ട് അല്ല ഇന്നത്തെ കാൽവരി മൗണ്ട്. അതെ, നമ്മളിപ്പോൾ വന്നിട്ട് എത്ര നാളായടാ? ഒരു 4-5 മാസമായി. 4-5 മാസത്തിൽ കൂടുതലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ വന്നപ്പോൾ ഇവിടെ ഇതൊന്നും പണിതിട്ടില്ലായിരുന്നു. ഇത് ഞാൻ ഒരു പ്രാവശ്യം വന്നപ്പോൾ പണിത. നീ ഇടയ്ക്ക് വന്നായിരുന്നല്ലേ? അപ്പോൾ ഞാൻ അതിനു മുമ്പാണ് വന്നേക്കുന്നത്. കൊള്ളാം. പ്രതീക്ഷിച്ച പോലെ മഞ്ഞൊന്നും ഇല്ലല്ലേ? മഞ്ഞൊക്കെ നമ്മൾ ഒത്തിരി പ്രതീക്ഷിച്ചായിരുന്നു. മഞ്ഞ് എടാ, പാമ്പ്. എവിടെ പാമ്പോ? പാമ്പല്ലേ അത്? പാമ്പ് ഏരി ഇരിക്കുന്നതാ. പുഴുവാണോ അത്? എന്നാ അത്? അത് നമ്മുടെ കാലത്തെ പാമ്പായിരുന്നു, ഇപ്പൊ പുഴുവായി. വിജനമായ ഒരു വീട് പോലത്തെ എന്തോ ഒരു സംഭവം. അങ്ങോട്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ മിഥുന്റെ ഷൂവിൻ്റെ അകത്ത് കല്ല് കയറി എന്ന് പറയുന്നു. എന്താ മിഥുനെ ഇങ്ങനെ ചെയ്യാനാ? കാലത്തിന്റെ ഓരോ പോക്കേ. മഞ്ഞൊന്നും ഇല്ല ഇവിടെ. താല്പര്യമുണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് പേരുകൾ ഈ ചുമരുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നേരത്തെ വന്നു പോയവരുടെ പേരുകളായിരിക്കും അത്. ഇടുക്കി ജലാശയത്തിന്റെ മനോഹരമായ ആ കാഴ്ച കണ്ണുകളിൽ ആനന്ദമുണർത്തുന്ന, അനുഭൂതി ഉണർത്തുന്ന ഒരു സംഭവം തന്നെ. എന്താ ഇതിനെ നിനക്ക് പറയാനുള്ളത്? പുള്ളേ വൈബല്ലേ? പിന്നല്ലേ, ഇതൊക്കെ എന്ത് ചോദ്യമാണ്? വീട്ടിൽ ചുമ്മാ കുത്തിയിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകൾ എല്ലാവരും കാണുക. അതെ, ഞങ്ങളെ പോലെ ഇതുപോലെ വീഡിയോ ഇടുന്ന കുറച്ച് പൈസ ഒക്കെ കിട്ടും ഗൈസ്. ജീവിതം അടിച്ച് പൊളിച്ചു കൊണ്ടിരിക്കുക അല്ലേ? അതെ, അത് നോക്കിയേ, സൂര്യപ്രകാശം അടിക്കുന്നുണ്ടോ ഒരു സ്പോട്ടിൽ മാത്രം. അത് കൊള്ളാമല്ലേ? സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഒരു ടോർച്ച് വെച്ചടിക്കുന്ന പോലെ സൂര്യപ്രകാശം. ഫോട്ടോ ടൈം. ഫോട്ടോ എടുത്താ ഇവിടെ വൈബില്ല. നമുക്ക് അങ്ങോട്ട് പോവാം. വൈബില്ല ഇവിടെ എന്നാണ് നമ്മുടെ മിഥുൻ പറയുന്നത്. നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയി നോക്കാം. വൈബ് എവിടെയാ മിഥുനെ? മൊത്തം വൈബല്ലേ? അതെ അതെ. എന്താ ടോയ്ലറ്റ് വല്ലതും ആണ്? നീ ഇവിടെ നിന്നടാ. എടാ, സൂപ്പർ സൂപ്പർ സൂപ്പർ. അല്ലാതെ ടോയ്ലറ്റ് വല്ലതും ആണോ? അതൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ നിൽക്ക്. ചെറുതായിട്ട് കോട ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അവിടുന്ന് താഴേക്ക് പോകാൻ പറ്റുമോടാ? എവിടെ നിന്നാണ്? അവിടുന്ന് താഴേക്ക് പോയി നോക്കിയാലേ അറിയത്തുള്ളൂ. നമ്മുടെ മിഥുൻ ബ്രോ ഫോട്ടോ എടുത്ത് തകർക്കുകയാണ്. യെസ് ഗൈസ്. എവിടെ കാണുന്നില്ലല്ലോ. കിട്ടുന്നില്ലേ? 85 കിടക്കുമായിരുന്നു. അത് കുറച്ചോ? 85 50 35 24 എടുത്തു. എന്നിട്ടും തീർന്നില്ല. പോളി സ്ഥലം. എന്താ ഇതിനെ നിനക്ക് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഒരു രക്ഷയില്ലാത്ത സ്ഥലം. കിടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിക്കിടു. ഇതല്ലേ മോനെ വൈബ്. അയ്യോ, ഇപ്പൊ താഴെ പോയാനെ. നല്ല കാറ്റുണ്ടല്ലോ.
നമ്മളിത് എവിടെ തട്ടുന്നേ? യൂട്യൂബ് പക്ഷേ ഫേസ്ബുക്കിലല്ലേ തട്ടുന്നേ? Conquer the world with adventure, guys. ഇതിൽ കൂടുതലൊന്നും പറയാനില്ലല്ലേ? ഇതിൽ കൂടുതൽ പറഞ്ഞാൽ മഴ പെയ്യുമോന്ന് ചെറിയ ഡൗട്ട് ഉണ്ട്. മഴ പെയ്താ മൂഞ്ചി. ഇതിന് മറ്റേ കോട വരുന്നോ മോനെ? കോട ഇവിടെ തന്നെ ഫോട്ടോ എടുത്ത് ഇവിടെ ഞാനത് സെറ്റ് ചെയ്തിട്ട് ഞാൻ അവിടെ നിൽക്കാം. കണ്ണാടി കണ്ണിലെ പൊടിയിൽ ബാഗിൽ പോയി പോരെ. വേറെ ഒന്നോടെ പോരെ. ഓക്കെ ഡൺ. ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്താലും സെറ്റപ്പാ കേട്ടോ. ഞാൻ ഇവിടെ പണ്ട് വന്നതിന്റെ ഫോട്ടോ പിന്നെ മഴയ്ക്ക് മുന്നേ വീട്ടിൽ പോകണ്ടേ? പോയേക്കാം. നമ്മളിപ്പോ കണ്ടുകൊണ്ട് നിൽക്കുന്നത് കാൽവരി മൗണ്ടിൽ കോട ഇറങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഈ ഒരു കാഴ്ച കാണാനായിട്ട് ഇവിടെ വന്നിപ്പുണ്ട്. നിങ്ങൾക്ക് ചുറ്റും നോക്കി അറിയാം, ഒത്തിരി പേരുണ്ട് ഗൈസ്. സൂപ്പർ സ്ഥലം, സൂപ്പർ സൂപ്പർ. അപ്പോൾ ഈ ഫുൾ വീഡിയോ ഒന്ന് കണ്ടു ഗൈസ്. എന്താണ് സാധനം എന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഒരു ട്രെയിൻ പോലുണ്ട്, 2 കൊമ്പുണ്ട്, ഒരു വായുണ്ട്, 2 കണ്ണുണ്ട് അല്ലേ? അതെ. എന്താ സംഭവം? പാമ്പാന്ന് തോന്നുന്നു ഗൈസ്. പാമ്പല്ലേ പുഴു. അവിടെയും കോസ്മോസ് അണ്ണനെ ഫോട്ടോ എടുക്കണം. പുള്ള 8/24 ആ ഇറങ്ങി ഇന്നടാ. കിട്ടുന്നുണ്ടോ? ആ ഞാൻ ചാടുമ്പോ കിട്ടുവോ? അല്ല വേണ്ട, ചാടിക്കോ, പെട്ടെന്ന് ചാട്. വേണ്ട, ചാടുന്നില്ലെന്ന് വെച്ചോ. ചാടാനൊരു മൈൻഡ് വന്നില്ല. ആ തൽക്കാലം ചാടണ്ട. വാ. പാസ് 30 അല്ല, മൊത്തം 90 രൂപയായി. മൊത്തം 90. വണ്ടിയുടെ കാശും കൂടെ കൂട്ടിയിട്ട് നടന്നു വന്നാ മതി.